മനസ്സുമയക്കിയാളെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ ചേലുള്ള നാടൻ മീനുകൾ ഉലകം നിറച്ച് രാഗം മുഴിക്കണ വീണേ മീട്ടിയിരിപ്പുണ്ടേ മധുവാണി പെണ്ണിൻ ചുണ്ടുകൾ പുന്നാരമോതും പ്രാവുകൾ മനസ്സുമയക്കിയാളെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ ചേലുള്ള നാടൻ മീനുകൾ മാരനൊന്നു നോക്കാൻ വേണ്ടി ചന്തമുള്ള കണ്ണാടി മിന്നി നിൽക്കും ഈ പെണ്ണല്ലേ മാരനുള്ള കണ്ണാടി തറു ചെമ്പനി നീരിൻ ചെഞ്ചുണ്ടോ കവിൾ ചെമ്പനി നീരലരാണല്ലോ എന്തിനെയും മഹറു തരാൻ കനവുകളാൽ താജ്മഹൽ നിനക്കറിയാം നല്ല പൊന്നു പോലെയാണ് നിന്റെ മാരനെന്നും അതിമുഖയാതെ രാവിലെ കാര്യമോർത്തു നീ പിന്നെയും എന്താണ് ബേജാറിലിരിക്കണത് മനസ്സുമയക്കിയാളെ കുട്ടിക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ ചേലുള്ള നാടൻ മീനുകൾ ൗതുമീട്ടി ഇന്നീ പാട്ടിൻ ഈണമിട്ടതാരാണ് ഈത് രാവ് തൊട്ടേ വാനിൽ കാത്തു നിന്ന താരങ്ങൾ മണിമഞ്ചമൊരുക്കാനാരാണ് ഓ സഖിയാളുടെ നെഞ്ചകമുണ്ടല്ലോ മധുവിധുവിനു മാളികയോ കനകനിലാ പൂവനിയിൽ അവനറിയാം മുല്ലമൊട്ട് പോലെയാണ് നിന്റെ ഉള്ളമെന്നും ഇരുവരും ആദ്യ നാളിലെ പോലെ എന്നും ഈ പഞ്ചാര പാലുണ്ട് വഴേണം ഖബറു വരെ മനസ്സുമയക്കിയാളെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ ചേലുള്ള നാടൻ മീനുകൾ ഓ അറബിനാട്ടു സുൽത്താന്റെ അറയിലുള്ള വൈഡൂര്യം തോറ്റുപോകുമോ മനയാളുടെ മാറ്റെഴും ഈ നറു പുഞ്ചിരി ഒളിയഴകി മനസ്സുമയക്കിയാളെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ ചേലുള്ള നാടൻ മീനുകൾ വെരി നൈസ് കാർത്തിക എന്തോ സൂപ്പർ ആയിരുന്നു. നല്ല ഡാൻസ് സ്റ്റെപ്സ്, നല്ല കോസ്റ്റ്യൂം, എല്ലാം അടിപൊളി. ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുന്നത്. ഫസ്റ്റ് സോങ് ഷാനിക്കയുടെ, സെക്കൻഡ് സോങ് ശരത് സാറിന്റെ, തേർഡ് സോങ് MG സാറിന്റെ. സർ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ, അടിപൊളിയായിട്ടുണ്ട് സർ. ആക്ച്വലി ഈ പാട്ട്
കജരാ മുഹബത്ത് വാൽ അത് ആ പാട്ട് റിയലായിട്ട് ആ പാട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ തലയും കുത്തി നിന്ന് നോക്കിയിട്ടും അതിൻ്റെ റൈറ്റ്സ് കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഈ സെയിം ഇതിനകത്തൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് അവർക്കാണ്. ഇതിൻ്റെ പേര് എൻ്റെ തലയിലോട്ട് വന്നെന്നുള്ളൂ, അല്ലാതെ വേറെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്ത് വേറെ ആൾക്കാരാണ് ചെയ്ത്. ഇതിനകത്ത് എൻ്റെ പങ്ക് വലുതായിട്ടൊന്നും ഇല്ല. നേരെ മറിച്ച് ഞാൻ യഥാർത്ഥമായിട്ട് എൻ്റെ മനസ്സ് തുറന്ന് ചെയ്ത പാട്ട് TK രാജീവ് കുമാറിൻ്റെ തന്നെ മാവിൻ ചോട്ടിലെ മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ വിരിയുന്നൻ ബാല്യം. അതൊക്കെയാണ് എൻ്റെ ഒരു ജോണറിൽ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ നിർബന്ധിതനായിട്ട് ചെയ്തു കൊടുക്കേണ്ട, നമ്മുടെ സുഹൃത്തിന് വേണ്ടി ചെയ്തു കൊടുത്തൊരു പാട്ടാണ് അത്. സുദീപും റിമിയാണ് അതിനകത്ത് പാടിയത്. പിന്നെ എഴുതിയത് സന്തോഷ് വർമ്മയും. അപ്പം മോള് നന്നായിട്ട് പാടിയട്ടെ, നല്ല ശബ്ദമാണ്, നന്നായിട്ട് പാടി. ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം സുദീപിന് ഒരു പോർഷനും റിമിക്ക് ഒരു പോർഷനും ചേർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് പാടുമ്പോഴത്തേക്ക് കുറേ അക്ഷരങ്ങളൊക്കെ അങ്ങ് പോകും. എന്നാൽ ചില സ്ഥലങ്ങൾ നന്നായിട്ടുണ്ട്, ചില സ്ഥലങ്ങൾ ആ ഓന്ന് പാടിയിട്ട് പാടുന്ന പോർഷൻസ് ഒക്കെ ഇല്ലേ, അത് അന്ന് പാടാം. മാരനൊന്ന് നോക്കാൻ വേണ്ടി ചന്തമുള്ള കണ്ണാടി മിന്നി നിൽക്കും ഈ പെണ്ണല്ലേ മാരനുള്ള കണ്ണാടി ചെമ്പനി നീരിൻ ചെഞ്ചുണ്ടോ കവിൾ ചെമ്പനി കവിൾ ചെമ്പനി നീരലരാണല്ലോ എന്തിനെയും മഹറു തരാൻ കനവുകളാൽ താജ്മഹൽ നിനക്കറിയാം നല്ല പൊന്നു പോലെയാണ് നിന്റെ മാരനെന്നു മതിമുഖി ആദ്യ രാവിലെ കാര്യമോർത്തു നീ പിന്നെയും എന്താണ് ബേജാറിലിരിക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഋതമൊന്നും ഇല്ലാതെ പാടുമ്പോഴത്തേക്കും മനോഹരമായിട്ട് പാടാൻ പറ്റും. രണ്ടുപേര് പാടിയല്ലേ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഋതം കൂടെ ഈ സ്പീഡ് വരുമ്പോഴത്തേക്കാണ് മോക്ക് ഡിഫിക്കൽട്ടി വരുന്നത്. ഇപ്പം മനോഹരമായിരുന്നു കേട്ടോ, കേൾക്കാൻ സൂപ്പറായിരുന്നു. പക്ഷെ മാർക്ക് അതിനെ തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ കാർത്തികയുടെ വോയിസ് ആൻഡ് റെൻഡിഷൻ ബ്യൂട്ടിഫുൾ ആണ്. ട്രൈ ടു സിംഗ് ഓൺ സോളോ സോങ്, എനിക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. കാർത്തിക നന്നായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ പോലെ നല്ല വൈബുള്ള ഒരു പാട്ടാണ്. അപ്പം എപ്പം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ വൈബ് ചെയ്യാൻ തോന്നുന്ന ഒരു കമ്പോസിഷൻ. പിന്നെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇതേപോലെ തന്നെ ഒരു ഡുവറ്റ് ആയിരുന്നെങ്കിൽ, ഒരു ഡുവറ്റ് റൗണ്ടിലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരു ആഗ്രഹം. ഒരു മെയിലും ഫീമെയിലും നിന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അപ്പീലിംഗ് ആയേനെ ഓഡിയൻസിനും എല്ലാവർക്കും. ഇത് എസ്പെഷ്യലി ഈ അനുപല്ലവി ചരണം എന്ന് പറയുന്നത് ബാക്ക് ടു ബാക്ക് വാക്കുകളും വരികൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് എല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ആക്ച്വലി ഒരു ഡുവറ്റ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരു തോട്ട്. അതുകൊണ്ട് തെറ്റില്ലല്ലോ മോളെ? അപ്പം അത്രേ ഉള്ളൂ മോളെ. ആ ഒരു വൈബ് ഡെഫിനറ്റ്ലി കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് കോറസ് സിംഗേഴ്സ് കലക്കി നല്ല രസമുണ്ട്. നന്നായിട്ട് പാടി കാർത്തിക. ആ അനുപല്ലവിയിലുള്ള ഒരു ഏരിയ ആണ് ഭീകരമായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് മാനേജ് ചെയ്തല്ലോ രണ്ടുപേര് പാടിയത്. അത് ഈ ശ്വാസം എടുക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോഴാണ് ഈ കുടുങ്ങിപ്പോകുന്നത്. അല്ലാത്ത കുറച്ച് സ്പേസ് ഉള്ള ഡ്യൂറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഈ ഒരു പാട്ട് പ്രത്യേകിച്ച് അണ്ണൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സമാധാനമായിട്ട് പാടാൻ പറ്റും, കുറച്ചും കൂടെ കൂളായിട്ട്. പക്ഷെ നന്നായിട്ട് പാടി. അവിടെ ഉള്ള ഒരു ചിലക്കം മാത്രമേ ഉള്ളൂ. അത് പൊക്കോട്ടെ, അത് കാരണം കണ്ണ് കിട്ടത്തില്ല കേട്ടോ. കണ്ണ് വെക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് പാടാ അയ്യേന്ന് അത്രേ ഉള്ളൂ. കാർത്തിക എന്തൊക്കെയാലും ഒരു നല്ല ഗുമ്മുള്ള പാട്ടാണ്. നമുക്ക് എപ്പോഴും എന്താ പറയണ്ടത്, അത് ആ പാട്ടിനൊരു എന്താ പറയണ്ട ഒരു ഗുമ്മുണ്ടല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. അത് കുറേ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിപ്പോൾ ഷാനൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവറ്റ് റൗണ്ട് ആയിരുന്നെങ്കിൽ ഈ രണ്ടുപേരും കൂടെ ചേർത്ത് പാടുമ്പോൾ മാറി മാറി പാടുന്ന ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ കുറച്ച് സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് അത് ഫ്രേസ് കൊണ്ട് ചുടുത്തിട്ട് ശ്വാസം എടുക്കണ്ട, അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. അതാണ് ഞങ്ങൾ ജഡ്ജിങ് പാനൽ മീൻ ചെയ്തത്. അത് താങ്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി. നന്ദി, നമസ്കാരം. ചേച്ചി മൊഞ്ചത്തിയായ കാർത്തികേ,
എന്തോ മാം? സുന്ദരിയായിട്ട് സുന്ദരമായിട്ട് പാടി. താങ്ക് യു മാം. ഈ പാട്ട് കൊണ്ടുവന്നപ്പം ഞാനൊന്ന് ഭയപ്പെട്ടു. കാരണം 2 പേരുണ്ട്, അത് മാത്രമല്ല ഇതിൽ ഒരുപാട് വരികളുണ്ട്. ഇതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ആവും എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ നന്നായി പാടി. താങ്ക് യു മാം. പിന്നെ ഈ പറഞ്ഞ അനുപല്ലവിയിലുള്ള അതേ പോയിന്റാണ് ഞാനും നോട്ട് ചെയ്ത് വെച്ചത്. പിന്നെ മോള് മാക്സിമം ഇത് ശരിയാക്കി പാടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഇത്രയും പഠിച്ചെടുത്ത് പരിക്കുകളില്ലാണ്ട്, വലിയ രീതിയിൽ പരിക്കുകളില്ലാണ്ട് കൊണ്ടുപോയി ആ പാട്ട്. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. ഇനി നന്നാവട്ടെ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ. 8.8 മാർക്ക്. താങ്ക് യു സാർ. ചേച്ചി. ഡബിൾ ഓക്കെ. 8.8 മാർക്സ്. ഓ, താങ്ക് യു മാം. എം ജി സർ. സെയിം 8.8. താങ്ക് യു സാർ. ഷാനിക്ക. അത് തന്നെ. ഓക്കെ, സോ ടോട്ടൽ 26.4. Ni pa maga